ഈ വേനൽക്കാലത്ത് ക്ലിനിക്കുകളിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരസുഖമാണ് മംസ് എന്ന് പറയാം. മംസിനെ നമ്മൾ മലയാളികൾ മുണ്ടി നീര്, താടി വീക്കം, മുണ്ടി വീക്കം എന്നൊക്കെ പറയും. മംസ് വരുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ മൂലമാണ്. ഈ വൈറൽ ഇൻഫെക്ഷൻ ബാധിക്കുന്നത് സലൈവറി ഗ്ലാൻഡുകളെയാണ്. സലൈവറി ഗ്ലാൻഡുകളിൽ വൈറൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് നമ്മുടെ താടി ഇങ്ങനെ വീങ്ങി വരും. ഇതിൻ്റെ പൊതുവെയുള്ള ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി വീക്കം, പനി, അതുപോലെ വേദന, ഇതൊക്കെയാണ്. നമ്മളിവിടെ പറയാൻ പോകുന്നത് മംസ് എങ്ങനെ ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. മംസ് വന്നു കഴിഞ്ഞാൽ അതിലൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പുരുഷന്മാരിലാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് ടെസ്റ്റിസിനെയും, സ്ത്രീകളിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറീസിനെയാണ്. ഇത് വരുന്ന സമയത്ത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം ഈ ഭാഗങ്ങളിൽ നീർവീക്കം വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നത് പുരുഷന്മാരിൽ തന്നെയാണ്. കാരണം ടെസ്റ്റിസിനെ ഇത് ബാധിക്കുന്ന സമയത്ത് അവിടെ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. അവിടെയുള്ള സെമിനിഫറസ് ടിബ്യൂൾസിനെ ഇത് ബാധിക്കുന്നു. തന്മൂലം സ്പേമിൻ്റെ പ്രൊഡക്ഷനെയും ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും അതേപോലെ തന്നെ മോർഫോളജിയെയും മംസിൻ്റെ കോംപ്ലിക്കേഷൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മംസ് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് ചികിത്സ എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം മംസ് ഒരു നിസ്സാരക്കാരനല്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ എടുക്കുകയും അതിന് വേണ്ട ജനറൽ മാനേജ്മെൻറ്റ് തുടക്കത്തിൽ തന്നെ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് തന്നെ മാറ്റാൻ പറ്റുന്ന അസുഖമാണ് മംസ്. കാരണം ഇത് പിന്നീട് ഇൻഫെർട്ടിലിറ്റിയിലേക്കോ അതുപോലെ മംസിൻ്റെ മറ്റ് കോംപ്ലിക്കേഷനിലേക്കോ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ജാഗ്രത പാലിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് സംശയമോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗൈഡൻസോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. താങ്ക്